നിലമ്പൂരിൽ പ്രചാരണങ്ങളുടെ പൊടിപടലങ്ങളൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു ദിവസത്തിൻ്റെ ദൂരം മാത്രമാണുള്ളത്. നിലമ്പൂരിൽ എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ ഒരു മാസത്തോളമായി ഞങ്ങളുടെ പ്രതിനിധികൾ നിലമ്പൂരിൻ്റെ മുക്കിലും മൂലയിലും ഉണ്ടായിരുന്നു. ഓരോ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും അവർ ഇഴകീറി പരിശോധിച്ചിട്ടുണ്ട്. എന്താണ് നിലമ്പൂരിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് അവർ വിശകലനം ചെയ്യും. ആദ്യം അമൽ തേനമ്പർമൻ. അമൽ UDF ആണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമലെ, ഞാനിവിടെ വന്നിറങ്ങുന്ന സമയത്ത് ഉള്ള ഫീലിംഗ് എല്ലാം 3 ദിവസം കഴിയുമ്പോൾ ഒരു ടൈറ്റ് മത്സരത്തിൻ്റെ പ്രതീതി വരുന്നു. സംസാരിക്കുന്ന പലരും 100% ആത്മവിശ്വാസം പറയുന്നില്ല, തോക്കുമെന്ന് ആരും പറയുന്നില്ല. എങ്കിൽ പോലും എന്താണ് സംഭവിക്കുക എന്ന ആശങ്ക പലരുടെയും മനസ്സിലുണ്ട്. ഒരു ഈസി വാക്ക് ഓവർ, ഒരു കേക്ക് വാക്ക് എന്ന നിലയിൽ നിന്ന് UDF എങ്ങനെയാണ് പിന്നോട്ട് പോയത്? വളരെ കുറച്ച് കാലത്തേക്ക് ഒരു MLA തിരഞ്ഞെടുക്കാൻ വേണ്ടി നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ്, അപ്പോൾ നല്ല മഴക്കാലത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പ്, അങ്ങ് തണുപ്പം പറ്റി പോകുമെന്നാണ് വിചാരിച്ചതെങ്കിൽ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ തീ വാർന്ന പോരാട്ടമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. നല്ല ടൈറ്റാണ് കാര്യങ്ങൾ. UDF ആദ്യഘട്ടത്തിൽ ഒരു ഈസി വാക്ക് ഓവർ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ ഈസി വാക്ക് ഓവർ എന്നുള്ള സാഹചര്യം ഇപ്പോൾ മാറിയിട്ടുണ്ട്. ശക്തമായ മത്സരം സ്വരാജ് മുന്നോട്ട് വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ അൻവറിൻ്റെ ഇടപെടലും, അൻവറിൻ്റെ കഴിഞ്ഞ ദിവസത്തെ റോഡ് ഷോ ഒക്കെ മുന്നണികൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. നിറയെ ആളുകളാണ് ആ പരിപാടിക്ക് വരുന്നത്. അതിപ്പോൾ യൂസഫ് പട്ടാനെ കാണാൻ വന്നതാണോ, അതൊക്കെ വോട്ടായി മാറുമോ എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നമാണ്. പക്ഷേ എങ്കിൽ പോലും UDFന് ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന അമിത ആത്മവിശ്വാസം അതിപ്പോൾ ഇല്ല എന്ന് പറയേണ്ടി വരും. അതിന് പ്രത്യേകിച്ചുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ EK സുന്നി വിഭാഗത്തിൻ്റെ വോട്ടുകൾ പൂർണ്ണമായും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ലീഗിൻ്റെ ഒരു സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ ഇറങ്ങി കളിക്കുകയാണ്. സമീപകാലത്തൊന്നും ഈ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ കാണാത്ത വിധത്തിൽ ലീഗിൻ്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തനം നടക്കുന്നു. അങ്ങനെ ആ വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടും. പക്ഷേ മറ്റ് മുസ്ലിം സമുദായത്തിനിടയ്ക്ക് ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സമസ്ത അടക്കമുള്ളവർ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെയും PDPയുടെയും എല്ലാം പിന്തുണ സംബന്ധിച്ച വിഷയത്തിൽ UDF എടുത്ത നിലപാട് ഒരു 4000 അവർക്ക് കേഡർ ഉണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു ഇന്നലെ കരുളായിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഞാൻ കേട്ടു കഴിഞ്ഞ ദിവസത്തെ. അപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, പാണക്കാട് തങ്ങൾമാരെ അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. പാണക്കാട് തങ്ങൾമാർ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഹൈദർ അലി തങ്ങളും മാധ്യമ സ്ഥാപനങ്ങളുടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനത്തിന് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ലീഗ് അല്ലെങ്കിൽ ലീഗിലെ ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയെ അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ സമസ്ത അല്ലെങ്കിൽ സുന്നി വിഭാഗത്തിന് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള ആശയപരമായ ആ വിഷയത്തെ കൂടി അദ്ദേഹം അഡ്രസ്സ് ചെയ്യണം. അതായത് ഒരു മുസ്ലിം സംഘടന എന്നുള്ള നിലയിലല്ല, ആ സമൂഹത്തിനകത്തെ തന്നെ ഉൾപ്പിരിവുകളെ CPM ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ഈ നിലമ്പൂരിൽ ട്രാക്ഷൻ ഉണ്ടോ? എന്താ റിസാലെ ഒരു എഡിറ്റോറിയലേക്ക് എഴുതിയ AP വിഭാഗത്തിന് അതിനപ്പുറത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ? സമസ്ത വിഭാഗത്തിൻ്റെ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ അത് വോട്ടായി പ്രതിഫലിപ്പിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവരുടെ ജമാഅത്തുമായി ബന്ധപ്പെട്ട മാധ്യമ സ്ഥാപനത്തിൻ്റെ അവാർഡ് സ്വീകരിക്കാനോടെ പോയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ചർച്ചയാക്കാൻ UDF ക്യാമ്പിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. 4000 കേഡർ വോട്ട് വെൽഫെയർ പാർട്ടിക്ക് ഇവിടെ ഉണ്ട്. ആ വോട്ട് അതുപോലെ പർച്ചേസ് ചെയ്യുന്നതിൽ UDF വിജയിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ മുഴുവൻ കിട്ടിയേക്കാം. പക്ഷേ പറ്റിപ്പോയത് എവിടെയാണെന്ന് ചോദിച്ചാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ജമാഅത്ത് ഇസ്ലാമിക്കും അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടിക്കും കൊടുത്തൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നുള്ള തരത്തിൽ. അത് വലിയ പ്രശ്നമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആ വോട്ട് ആര് പിടിക്കും? അൻവറിലേക്ക് പോകുമോ? ഈ EK അല്ലാതെ AP അടക്കമുള്ള മറ്റു വിഭാഗങ്ങളുണ്ട്, സമസ്തയുടെ വോട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ മുജാഹിദ് വോട്ടുകളൊക്കെ എവിടേക്ക് പോകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അൻവറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് UDFന്റെ അല്പം ക്ഷീണം ചെയ്യുമെന്ന കാര്യം. ശരി, അവിടെ ഷിനോജ് ഇപ്പം UDFന്റെ കാര്യം പറയുന്നത് പോലെ LDFന്റെ കാര്യത്തിലും ഈ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ LDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ പോയി നേതാക്കളോട് സംസാരിച്ചപ്പോൾ കുറച്ച് വോട്ടുകൾ അൻവർ ഞങ്ങളുടേതും പിടിക്കും എന്ന കാര്യത്തിൽ അവർക്കും സംശയമൊന്നുമില്ല. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ച സാമുദായിക ഉൾപ്പിരിവുകളിൽ ചില നിരീക്ഷണങ്ങൾ കേട്ടത് AP സുന്നി വിഭാഗത്തിൻ്റെ വോട്ടുകൾ, അതായത് പരമ്പരാഗതമായി CPMന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ ഇത്തവണ അൻവർ പിടിച്ചേക്കാം എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ വരുന്നുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമി വിഷയം വളരെ സജീവമായി ഉപയോഗിക്കുന്നുണ്ട് CPM. എങ്കിൽ പോലും അതിൻ്റെ റിസൾട്ട് നമുക്ക് 100% പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയല്ല. എന്ന് മാത്രമല്ല, ഈ വഴിക്കടവ് പോലെയുള്ള മേഖലകളിൽ, പോത്തുകല്ല് പോലെയുള്ള മേഖലകളിൽ സാധാരണ നിലയിൽ LDFന് വോട്ട് ചെയ്ത ആളുകൾ പോലും മാറ്റി ചിന്തിക്കുമോ എന്നുള്ള ആശങ്കയുണ്ട്. അതുകൊണ്ട് ഒരു ക്യാമ്പിലും 100% കോൺഫിഡൻസ് എന്നുള്ളതിൽ എല്ലാവരും കോൺഫിഡൻ്റ് ആണ്. എങ്കിൽ പോലും എന്താണ് ഇപ്പോൾ അകത്തു നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണ് ഷിനോജിന് തോന്നുന്നത്? പ്ലച്ചോടെ നമ്മളിവിടെ ഈ സ്വരാജ് സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പാണ് നമ്മളിവിടെ എത്തുന്നത്. അപ്പോൾ സ്വരാജ് സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് നമ്മൾ LDF നേതാക്കളുമായൊക്കെ CPM നേതാക്കളുമായി സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അല്ല ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് അവർ പങ്കുവയ്ക്കുന്നത്. അവർക്ക് വലിയ രീതിയിലൊരു പോസിറ്റീവായിട്ടുള്ള സ്ഥാനമുണ്ട്. കാരണം അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം 19 വർഷത്തിന് ശേഷം അവർക്കൊരു പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി കിട്ടുന്നു. സ്വരാജിനെ പോലെ ഒരു മികച്ച സ്ഥാനാർത്ഥി കിട്ടുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന സ്വരാജിനെ പോലെ സ്ഥാനാർത്ഥി കിട്ടുന്നു. അത് തന്നെയാണ് അവർ പ്രധാനമായും മുന്നോട്ട് വെച്ചൊരു കാര്യം എന്ന് പറയുന്നത്. ആ തരത്തിലുള്ള ചർച്ചകൾ പരമാവധി കൊണ്ട്, പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഭരണ വിരുദ്ധ വികാരമൊന്നും തന്നെ ഈ മണ്ഡലത്തിൽ ചർച്ചയായില്ല. മറ്റ് പല കാര്യങ്ങളൊക്കെയാണ്.
വരികയാണ്. അൻവർ, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്ത് കഴിഞ്ഞ 9 വർഷത്തെ സർക്കാരിൻ്റെ വിലയിരുത്തൽ എന്നൊക്കെ പറയുമ്പോഴും സർക്കാർ മുന്നോട്ട് വെച്ച ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ചർച്ചയാകുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ഫാക്ടർ ഇവിടെ ഇല്ല. അതേ സമയത്ത് തന്നെ 2001 മുതലുള്ള നമുക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഈ മണ്ഡലം എന്ന് പറയുന്നത് അങ്ങനെ ഒരു അപ്രമാദിത്യം, UDF-ന്റെ അപ്രമാദിത്യമുള്ളൊരു മണ്ഡലമെന്ന് നമുക്ക് പറയാൻ കഴിയും. അതിനകത്ത് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 2006 തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കേരളമാകെ നോക്കിക്കഴിഞ്ഞാലുള്ള റിസൾട്ടും മലപ്പുറത്തെ റിസൾട്ടും ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 നേതാക്കൾ PK കുഞ്ഞാലിക്കുട്ടി പരാജയപ്പെട്ടു കുറ്റിപ്പുറത്ത്, ET മുഹമ്മദ് ബഷീർ തിരൂരിൽ പരാജയപ്പെട്ടു, MK മുനീർ മങ്കടയിൽ പരാജയപ്പെട്ടു. അതായത് മലപ്പുറത്തെ ലീഗിന്റെ എന്താ പറയുക അടിവേര് തകർന്നോ എന്നൊരു സംശയം തോന്നിയ ആ തെരഞ്ഞെടുപ്പിൽ 18,000-ൽ പരം വോട്ടുകൾക്കാണ് നിലമ്പൂരിൽ ആര്യാട് മുഹമ്മദ് ജയിച്ചത്. അതായത് UDF-ന് മലപ്പുറത്തെ ഏറ്റവും വലിയ തിരിച്ചടി ഏറ്റ 2006-ൽ പോലും നിലമ്പൂർ UDF-നൊപ്പം നിന്നു എന്ന ഒരു ഘടകം. പിന്നെ ആ മണ്ഡല പുനർനിർണയത്തിൽ ആ മണ്ഡലം മാറി എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും ഈ പറഞ്ഞ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചു എന്നതുകൊണ്ട് മാത്രം വിജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമുള്ള മണ്ഡലമല്ലല്ലോ ഇത്. അവരെ സംബന്ധിച്ച് ഒരു സ്വരാജിനെ പോലെ ഒരു സ്ഥാനാർത്ഥി മുന്നോട്ട് വയ്ക്കുന്നു. ആ രീതിയിലുള്ള പാർട്ടി വോട്ടുകളൊന്നും തന്നെ അപ്പുറത്തേക്ക് പോകുന്നില്ല. ഒപ്പം അവരെ സംബന്ധിച്ച് ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അൻവറിൻ്റെ വരവാണ്. അൻവർ അവർ തന്നെ പരസ്യമായി പറയുന്നില്ലെങ്കിൽ പോലും അവർ പറയുന്ന കാര്യം 10 വോട്ട് അൻവർ പിടിച്ചാൽ അതിൽ 7 വോട്ടും UDF-ന്റെ വോട്ടായിരിക്കും, 3 വോട്ട് മാത്രമേ തങ്ങളുടെ കയ്യിൽ നിന്ന് വോട്ട് പോകുന്നില്ല എന്നൊന്നും അവർ പറയുന്നില്ല. പക്ഷേ വോട്ട് പോകുന്നുണ്ട്. പക്ഷേ അത് 7 വോട്ട് പോകുന്നത് UDF-ന്റെ വോട്ടായിരിക്കും, 3 വോട്ട് മാത്രമേ തങ്ങളുടെ കയ്യിൽ പോകൂ. ആ രീതിയിൽ ചിന്തിച്ചാൽ പോലും എങ്ങനെയൊക്കെ പ്രതീക്ഷ ഒരു 3000 മുതൽ 5000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സ്വരാജ് നിയമസഭയിലേക്ക് പോകുമെന്ന് എന്നതാണ് LDF-ന്റെ അവസാന. അവിടെ രാഗിനി ഇപ്പോൾ BJP എത്ര സീരിയസ് ആയിട്ടാണ് മത്സരിക്കുന്നത്? ഞാൻ രാജീവ് ചന്ദ്രശേഖരനെ കണ്ടിരുന്നു. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്, ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, ഇത് നിങ്ങൾ പ്രസിഡന്റ്ഷിപ്പിൽ വന്ന ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ്, അപ്പോൾ അത് ആ തരത്തിലുള്ള ഒരു പേഴ്സണൽ ചലഞ്ചായിട്ട് എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് ചലഞ്ചാണ്, ഏറ്റെടുക്കുന്നു എന്നാണ്. പക്ഷേ BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കൾ നമ്മളിപ്പോൾ പാലക്കാടൊക്കെ കണ്ടതുപോലെ ഇവിടെ ഇറങ്ങിയതായിട്ട് ഞാൻ കണ്ടില്ല. BJP ഒരു സീരിയസ് ഫൈറ്റിൽ തന്നെയാണോ? അതായത് ഒന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായ ശേഷം നടക്കുന്ന ആദ്യ പ്രധാനപ്പെട്ട പോരാട്ടമാണ്. അപ്പോൾ ആദ്യം മത്സരിക്കണോ എന്നൊരു കാര്യം BJP-യിൽ ചർച്ച നടന്നിരുന്നു. അതിനുശേഷമാണ് മത്സരിക്കാമെന്ന് തീരുമാനിച്ചത്. മത്സരിച്ചില്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വന്നു. ഇപ്പോൾ എന്തായാലും മത്സരിക്കുമ്പോൾ വോട്ട് കുറഞ്ഞാൽ അത് BJP-ക്ക് വലിയ തോതിലുള്ള മറുപടി പറയേണ്ടതായിട്ടും വരും. അപ്പോൾ BJP തുടക്കം തന്നെ മുന്നോട്ട് വെച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ വലിയൊരു സമൂഹത്തെയും അതോടൊപ്പം തന്നെ മലയോര മേഖലയെയും അവഗണിക്കുന്നു. അതുകൊണ്ട് ആ വിഷയം ഞങ്ങൾ ഉയർത്തുന്നു. അതിലൂടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. BJP പരമ്പരാഗതമായി കിട്ടുന്ന വോട്ട് പ്ലസ് പുതിയ വോട്ടെന്ന് ഉദ്ദേശിക്കുന്നത് ക്രൈസ്തവ വോട്ടുകളടക്കം കൂടുതലായി അവർക്ക് സമാഹരിക്കാൻ അവർ ലക്ഷ്യമിടുന്നു. ഇതാണ് BJP-യുടെ ഒരു സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജി എത്രത്തോളം വർക്കാവും എന്ന് അറിയില്ല. കാരണം കഴിഞ്ഞ തവണ 2016-ൽ 12,000 ചില്ലാൻ വോട്ട് നേടി. കഴിഞ്ഞ തവണ അത് കുറഞ്ഞ് 8,000 ചില്ലാനായി. BJP സംബന്ധിച്ചിടത്തോളം 12,000-ന് മുകളിൽ പോയാൽ അതൊരു ലോട്ടറിയാണ്. താമര ചിഹ്നത്തിൽ K സുരേന്ദ്രന് 17,000 വോട്ട് പോൾ ചെയ്ത മണ്ഡലമാണ്. അത് ലോക്സഭയിലാണ്. അത് മറ്റൊരു പാറ്റേൺ ആണെന്നാണ് BJP പറയുന്നത്. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ 12,000-ന് മുകളിൽ കിട്ടിയാൽ ഒരു ലോട്ടറി എന്നും 8,500-ന് മുകളിലായാൽ പിടിച്ചു നിൽക്കാമെന്നും, എന്നാൽ 8,500-ൽ താഴെ പോയാൽ അത് വലിയ തോതിൽ മറുപടി പറയേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ. അതാണ് BJP-യുടെ ഒരു വിഷയമായി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ PDP-യുടെയും വെൽഫെയറിന്റെയും ഒക്കെ പിന്തുണ അത് BJP സജീവ ചർച്ചയാകുന്നുണ്ട്. അതിന് പിന്നിലും BJP-ക്ക് ഒരു രാഷ്ട്രീയമുണ്ട്, അറിയാമല്ലോ. അതാണ് അവിടെ എനിക്ക് ഇംതിയാസിലേക്ക് വരുന്നതിന് മുമ്പ് അൻവറിന്റെ കാര്യം. അപ്പോൾ അരുൺ കുറേ കാലമായിട്ട് അൻവറിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം അൻവറിനെ കണ്ടപ്പോൾ അപ്പോൾ അൻവറിനോട് പറഞ്ഞു, അല്ല നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും അല്ലല്ലോ, അതിൽ അപ്പുറം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ പുള്ളി പറയുന്നത് അത് നിങ്ങൾ വിചാരിച്ച പോലെ ആവില്ല, പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ എന്നാണ്. എന്താണ് തോന്നുന്നത്? അൻവർ വോട്ട് പിടിക്കുമോ? ഞാൻ ജയിക്കുമെന്നും ചോദിക്കില്ല. അൻവർ പറയുന്നത് അദ്ദേഹം ജയിക്കുമെന്നാണ്. അൻവർ എത്ര വോട്ട് പിടിക്കുമെന്നാണ് അരുണിൻ്റെ അനുമാനം? അത് ഞാൻ പറയാം അഭിലാഷ് ചേട്ടാ. ആദ്യം തന്നെ അൻവറിന് ഇവിടെ സ്വാധീനമുണ്ടോ, അൻവറിന് അത്തരത്തിലൊരു പ്രഭാവം ഉണ്ടോ, അത്തരത്തിലൊരു സംശയമാണ് അഭിലാഷ് ചേട്ടൻ ഉൾപ്പെടെ ഇവിടെ വന്ന നമ്മുടെ മറ്റു പ്രതിനിധികളൊക്കെ ചോദിച്ചത്. അത് യാഥാർത്ഥ്യമാണ്. കാരണം അൻവർ അത്തരത്തിലൊരു രാഷ്ട്രീയ അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തി, ഒരു പക്വത ഇല്ലാത്ത പ്രതികരണങ്ങൾ അല്ലെങ്കിൽ വനം വകുപ്പ് പോലുള്ള വകുപ്പുകൾ ആവശ്യപ്പെടുന്നു, അതിലൊക്കെ ഒരു അവമതിപ്പ് ഉണ്ടാക്കി. അതെ അതെ, ഞാൻ കാണുന്നത് അൻവറിനെ ഒരു തെരഞ്ഞെടുപ്പ് സ്പെഷ്യലിസ്റ്റാണ്. നോക്കൂ, 2011-ൽ ഏറനാടിൽ, 2014 വയനാട്, ഇവിടെ അന്നൊന്നും PV അൻവർ എന്നൊരു പേര് ഒരു പ്രോമിനന്റ് ഫിഗർ അല്ല. പക്ഷേ അൻവർ അവിടെ പിടിക്കുന്നത് 30,000-ന് മുകളിൽ വോട്ട് 2ാം സ്ഥാനത്ത് വരുന്നു. 2014-ലും അത്തരത്തിൽ വലിയൊരു വോട്ട് അൻവറിന് പിടിക്കാൻ കഴിയുന്നു. 2014-ലും 21-ലും LDF പിന്തുണയോടെ മത്സരിക്കുമ്പോഴും അൻവർ ഫാക്ടർ അവിടെയുണ്ട്. 2021-ൽ ഏറ്റവും ജനകീയനായ നേതാവ് VV പ്രകാശിനെ 2,700 വോട്ടിന് മറികടക്കാൻ സാധിക്കും. VV അൻവർ ഫാക്ടർ തന്നെയാണ്. അൻവറിൻ്റെ അണ്ടർഗ്രൗണ്ട് വർക്കാണ് അത്. ഇപ്പോൾ തന്നെ LDF-നിടയിലും UDF-നിടയിലും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് അത്തരത്തിൽ
അൻവറിന് വോട്ട് പിടിക്കാൻ പറ്റുകയാണെങ്കിൽ കളി മാറും. അതെ, കളി മാറുമെന്ന് ഉറപ്പാണ്. എൻ്റെ ഒരു ടേക്ക് അൻവർ ആയിരിക്കും ഡിസൈഡർ. അത് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആരാണ് വിജയിക്കുന്നതിലും ഒരു 13,000 മുതൽ 15,000 അതിന് മുകളിലേക്ക് 13,000 മുകളിലേക്ക് പി വി അൻവർ പിടിക്കും എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. തീർച്ചയായും അരുൺ പറയുന്നത് ഡിസൈഡിങ് ഫാക്ടറായിട്ട് അൻവർ വരും എന്നാണ് കാത്തിരിക്കുക. ഇംതിയാസെ, ഇപ്പോൾ നമുക്കറിയാം ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത് എങ്കിലും നമ്മൾ ഇഴകീറി പരിശോധിക്കുമ്പോൾ ഓരോ സാമൂഹ്യ വിഭാഗങ്ങളുടെ വോട്ട് ആർക്കൊക്കെ അത്ര കൂലങ്കുഷമായിട്ടാണോ ആളുകൾ വോട്ട് ചെയ്യുന്നതെന്ന് വേറൊരു വിഷയമാണ്. എന്നാൽ പോലും ഇപ്പോൾ എ പി സുന്നി വിഭാഗം പരമ്പരാഗതമായി ഇടതുപക്ഷത്തോട് അടുത്ത് നിൽക്കുന്നവരാണ്. ഇ കെ സുന്നി വിഭാഗം ലീഗിൻ്റെ ഒരു സപ്പോർട്ട് ബേസാണ്. രണ്ട് വിഭാഗവും ജമാഅത്തെ ഇസ്ലാമിക്ക് ആദർശപരമായി എതിരാണ്. പുത്തൻ വാദക്കാരെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ് അവരുടെ പൊസിഷൻ. ഇപ്പോൾ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ നൽകുന്നത് അനിതര സാധാരണമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അടിയൊഴുക്കിന് കാരണമായിട്ടുണ്ടോ യഥാർത്ഥത്തിൽ, അതോ ഇത് തൊലിപ്പുറത്തെ വെറും വിവാദമായിട്ട് അവസാനിക്കുകയും സാധാരണ ജനങ്ങൾ അതിലൊന്നും ഒരു തരത്തിലും ഇൻട്രസ്റ്റഡ് ആവാതിരിക്കുകയാണോ ചെയ്യുന്നത്? നമുക്ക് ഈ നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നമുക്കങ്ങനെ അത് ബാധിക്കില്ല എന്നൊരിക്കലും പറയാൻ കഴിയില്ല. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മലപ്പുറത്തും പൊന്നാനിയിലുമൊക്കെ സമസ്തയും ലീഗും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് ആ രീതിയിൽ വലിയ വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ അവിടെ മുസ്ലിം ലീഗ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കുറെ കൂടി വ്യത്യസ്തമാണ് കാര്യങ്ങൾ. കാരണം നിലമ്പൂരിലേക്ക് വരുമ്പോൾ ഒരുപാട് സുന്നി മുജാഹിദ് പോലെയുള്ള മുസ്ലിം സംഘടനകളുടെ കീഴിൽ ഒരുപാട് മഹല്ല് പള്ളികൾ തന്നെ ഉള്ള ഒരു സ്ഥലമാണിത്. അതായത് സമസ്ത വോട്ടുകൾക്ക് കുറെ കൂടെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. അതായത് ആദ്യം അൻവറിനെ UDF കൂടെ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ഞാൻ അതിലൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ സമസ്ത വോട്ടുകൾക്ക് പ്രാമുഖ്യം ഉണ്ട് എന്ന് പറഞ്ഞു. ലീഗിൻ്റെ നേതാക്കൾ ഏതാണ്ട് വോട്ടർ പട്ടികയിലെ ഒരു പേജിന് ഒരാൾ എന്ന മട്ടിൽ ലീഗിൻ്റെ കുട്ടികൾ ഇവിടെ വർക്ക് ചെയ്യാണ്. ശരിയാണ്, മറ്റ് സാമുദായിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ UDFിൻ്റെ കള്ളിക്ക് പുറത്തേക്ക് ആ വോട്ട് പോകുമോ? അതായത് ലീഗ് കൃത്യമായി ഈ മണ്ഡലത്തിൽ പണിയെടുക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ UDF ജമാഅത്ത് ബന്ധമുണ്ട് എന്ന് CPM കൃത്യമായി അവസാന റൗണ്ടിലും ആ ആരോപണത്തിൽ തന്നെ നിൽക്കുമ്പോൾ UDFന് കൃത്യമായി അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അതിൻ്റെ കാരണം ഇപ്പോൾ നേരത്തെ റിസാലയുടെ കാര്യം പറഞ്ഞു. കാന്തപുരം വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാരികയാണ് റിസാല എന്ന് പറയുന്നത്. VD സതീശൻ ജമാഅത്തിൻ്റെ ആശയങ്ങൾ മാറിയിട്ടുണ്ട്, അവരെ കൂടെ കൂട്ടുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുന്നത് സമസ്തയുടെ പ്രതികരണം എന്നോ എന്നാണ്. തൊട്ടടുത്ത ദിവസം EK സമസ്തയുടെയും AP സമസ്തയുടെയും നേതാക്കൾ പ്രതികരിക്കുകയാണ്. അങ്ങനെ വർഗീയ ശക്തികളുമായിട്ട് കൂട്ടുകൂടുന്നത് കൊണ്ട് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അതൊരു സൂചനയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ നിർത്തുന്നത് നിങ്ങൾ എങ്ങനെയാണ് RSSനെതിരെ പോരാടുന്നത് എന്നാണ് AP സമസ്ത റിസാലിനെ ചോദിച്ചത്. ഒരു വലിയ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു സ്ഥാനാർത്ഥി മറ്റൊരു സ്ഥാനാർത്ഥി എന്നുള്ളതിനപ്പുറത്ത് അങ്ങനെയുള്ള ഒരു ഇഴകീറി പരിശോധനയൊക്കെ വോട്ടർമാരുടെ ഭാഗത്തു നിന്ന് നടക്കാൻ സാധ്യത ഉണ്ടോ? അങ്ങനെ അതായത് നിലമ്പൂരിലേക്ക് വരുമ്പോൾ അതായത് കുറേ സുന്നി വോട്ടുകൾ അതല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ കുറെ കൂടെയുള്ള മലയോര മേഖലയാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ആ രീതിയിൽ ആലോചിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ കാന്തപുരം വിഭാഗത്തിൻ്റെ അനുയായികളോ അതല്ലെങ്കിൽ EK സമസ്തയുടെയൊക്കെ പ്രധാനപ്പെട്ട അനുയായികളുണ്ടെങ്കിൽ അവർ വഴിയൊക്കെ ഒരു പക്ഷേ ആ വോട്ടുകൾ വിഭജിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം ഒരുപക്ഷെ ഇത് കൃത്യമായി പ്രതിരോധിക്കാൻ ഒരുപക്ഷെ UDFന് സാധിക്കുമായിരുന്നു. പലപ്പോഴും ചോദ്യങ്ങളിൽ നിന്ന് UDFിൻ്റെ നേതാക്കൾ ലീഗിൻ്റെ നേതാക്കളൊക്കെ ഒഴിഞ്ഞു മാറുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ P ജയരാജൻ്റെ ഒരു പുസ്തകമുണ്ട്, ഈ കേരളം രാഷ്ട്രീയ മുസ്ലിം എന്ന് പറയുന്നു. ആ പുസ്തകത്തിൽ മദനിക്കെതിരെ വലിയ വിമർശനം നടത്തുന്നുണ്ട്. പക്ഷെ തിരിച്ചൊരു ചോദ്യം ഒരുപക്ഷെ സതീശനോ അതല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടികൾക്ക് ചോദിക്കാമായിരുന്നു. അങ്ങനെ മദനിയെ ഇത്രത്തോളം വിമർശിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്തുകൊണ്ടാണ് ഇപ്പോൾ PDPയെ പിന്തുണച്ച് മുന്നോട്ട് പോകുന്നതെന്ന് വെച്ചാൽ ആ രീതിയിലൊക്കെ പ്രതിരോധം നടത്താമായിരുന്നു. ആ രീതിയിലുള്ള പ്രതിരോധം UDFിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോഴും CPM അതേ വിമർശനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടൊരു പക്ഷേ നിലമ്പൂരിൽ സമസ്ത വോട്ടുകൾ കിളക്കം തട്ടിയാൽ അത് UDFന് ക്ഷീണം ചെയ്യും. അതുമാത്രമല്ല കുറെ കൂടെ UDF വോട്ടുകൾ അതല്ലെങ്കിൽ CPMന് പോയിട്ടില്ലെങ്കിൽ പോലും ഒരു പക്ഷേ അൻവറിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. അൻവറിന് വോട്ട് കൂടുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ UDFന് വലിയ ക്ഷീണം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അത് വലിയ രാഷ്ട്രീയ കൗതുകങ്ങൾക്ക് ഇടയാക്കും. അങ്ങനെയാണെങ്കിൽ അമലെ രണ്ട് കാര്യങ്ങൾ, ഈ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന സതീശന്റെ വാചകമാണ് ഏറ്റവും വലിയ പ്രൊവോക്കേഷൻ ഉണ്ടാക്കിയത്, ഒന്നാമത്തേത്. രണ്ട്, PV അൻവറിനെ ഒരു തരത്തിലും UDFുമായി സഹകരിപ്പിക്കില്ല എന്ന ഖണ്ഡിതമായ നിലപാട് സതീശൻ്റെതായിരുന്നു. ലീഗ് അടക്കമുള്ള പാർട്ടികൾക്ക് അക്കാര്യത്തിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാട് തുടക്കത്തിലുണ്ടായിരുന്നു. കോൺഗ്രസിലെ തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ നിലമ്പൂരുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനങ്ങളെല്ലാം എടുത്തത് VD സതീശനാണ്. അപ്പോൾ ഒരു തിരിച്ചടിയാണ് ഉണ്ടാവുന്നത് എങ്കിൽ അതിൻ്റെ പ്രതിഫലനം എന്തായിരിക്കും?
അതായത് ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ തന്നെ കൊണ്ടുവന്ന 2 വാക്കുകൾ, ഒന്ന് ഈ UDF-ഉമായുള്ള സഹകരണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പുറത്തുനിന്ന് മുന്നണിയുമായി സഹകരിക്കുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ മറ്റൊരു അസോസിയേറ്റഡ് ഘടകകക്ഷി എന്നൊരു വാക്ക് അൻവർ അവതരിപ്പിച്ചു. അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ പിണറായിസം എന്ന് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സതീശനിസം എന്നൊരു പുതിയൊരു പദം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരു പരിധിവരെ നിലമ്പൂരിൽ യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമ്മൾ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അത് തൃക്കാക്കരയാണെങ്കിലും പുതുപ്പള്ളി ആണെങ്കിലും പാലക്കാടാണെങ്കിലും എല്ലായിടങ്ങളിലും സതീശനാണത് ലീഡ് ചെയ്തത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇവിടെയും അത് തന്നെയാണ്. സതീശനാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത്. എഞ്ചിനാണ് അതൊക്കെ കൈകാര്യം ചെയ്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് വിദഗ്ധനാണ് VD സതീശൻ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതിൽ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ ഇതിൻ്റെ വിജയവും പരാജയത്തിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട ഉത്തരവാദിയായി VD സതീശൻ മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇനിയിപ്പോൾ അൻവർ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പറയുന്ന ഇവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ വന്ന് സംസാരിക്കുമ്പോൾ വലിയ സ്നേഹമുള്ള മനുഷ്യന്മാരാണ്. അവരിങ്ങനെ വലിയ അധോലോക വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. രാഷ്ട്രീയമുണ്ട് അവർക്കെല്ലാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ജനകീയ പ്രശ്നങ്ങൾ ഇപ്പോഴുമുണ്ട്. ഇപ്പോൾ വഴിക്കട UDF ഇവിടെ ലീഡ് ചെയ്യുന്ന 2 പഞ്ചായത്തിൽ മാത്രമാണ്. മുനിസിപ്പാലിറ്റിയിൽ അടക്കം പുറകിലാണ്. വഴിക്കടവ് പഞ്ചായത്തിൽ ലീഡ് ചെയ്യുന്നത് LDF ലീഡ് ചെയ്യുന്നത് 35 വോട്ടിനാണ്. എടക്കരയിൽ ലീഡ് ചെയ്യുന്നത് വെറും 12 വോട്ടിനാണ്. ഇവരുടെ ലീഡ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. മുനിസിപ്പാലിറ്റിയിൽ പക്ഷേ അത്യാവശ്യം നല്ല ലീഡുണ്ട്. അതോടൊപ്പം തന്നെ കരുളായി എന്ന് പറയുന്ന പഞ്ചായത്തിലും ഏകദേശം 1500-നടുത്ത് ലീഡുണ്ട്. അപ്പോൾ അത്രയൊക്കെ ലീഡ് വ്യത്യാസമുള്ളൂ. അത് അൻവർ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് ഒരു പിന്തുണയൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അൻവർ UDF ക്യാമ്പിൻ്റെ ഈ അൻവറുമായി ബന്ധപ്പെട്ട നിരീക്ഷണം ഞാൻ പറയാം. അൻവർ കഴിഞ്ഞ 9 വർഷം LDF-ന്റെ MLA ആയിരുന്നു. അൻവർ വ്യക്തിപരമായി സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. അതിൽ ഭൂരിഭാഗം ആളുകളും LDF-ന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളാണ്, CPM-കാരാണ്, അങ്ങനെയുള്ള ആളുകളാണ്. അതിനാൽ തന്നെ അവരുടെ വ്യക്തിപരമായ വോട്ടൊക്കെ അൻവർ പിടിച്ചിട്ടുണ്ടെങ്കിൽ UDF-ന് നഷ്ടമുണ്ടാകില്ല എന്നുള്ളൊരു കണക്കാണ് UDF കേന്ദ്രങ്ങൾ പറയുന്നത്. പക്ഷേ അതിനുശേഷമാണ് ഈ വെൽഫെയർ പാർട്ടി വിഷയമൊക്കെ വരുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. എന്ത് വന്നാലും ഒരു 10,000-ന് മുകളിൽ വോട്ടിൽ വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് UDF ക്യാമ്പ് പക്ഷേ ഇപ്പോഴും പങ്കുവയ്ക്കുന്നത്. പക്ഷെ അൻവർ എത്ര വോട്ട് കൂടുതൽ പിടിക്കുന്നോ അത് UDF-ന് നഷ്ടമായി വരും എന്നുള്ളതാണ്. ഒരു അളവുണ്ട്, അളവിലും അപ്പുറത്തേക്ക് പോയാൽ അരുൺ പറഞ്ഞ കൃത്യമാണ്. 10,000 വോട്ട് വരെ അൻവർ പിടിച്ചാൽ അത് LDF-നുള്ള നഷ്ടം. 10,000-ന് മുകളിലേക്ക് അൻവർ എത്ര വോട്ട് പിടിക്കുന്നു അത് മുഴുവൻ UDF-നുള്ള നഷ്ടം. അങ്ങനെയാണ് ഒരു നിലവിലെ വിലയിരുത്തൽ. കാരണം 10,000 വോട്ട് അൻവറിന്റെ വോട്ടാണ്. ആ വോട്ടിൽ ഭൂരിഭാഗം ഇടത് ചായ്വുള്ള വോട്ടുകളാണ്. പക്ഷേ അതിന് മുകളിലേക്ക് അൻവർ പിടിക്കുകയാണെങ്കിൽ അത് UDF-ന് പണിയാണ്. ഈ അൻവർ പിടിക്കുന്ന കൂടുതൽ വോട്ട് ആരുടെ എന്നത് സംബന്ധിച്ചുള്ളതാണല്ലോ ചോദ്യം. അൻവർ UDF വോട്ടുകൾ അല്ലെങ്കിൽ കോൺഗ്രസ് വോട്ടുകൾ അൻവർ നേരത്തെ പിടിച്ചുകൊണ്ട് പോയെന്നും ഇനി പിടിക്കാൻ പോകുന്നത് LDF വോട്ടാണെന്നുമാണ് ഒരു വീക്ഷണമായി ചിലർ ഉന്നയിക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് എങ്ങനെ പ്രതിഫലിക്കും ഈ മുന്നണികളുടെ സാധ്യതകൾ എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? തീർച്ചയായിട്ടും. അതിനോടൊപ്പം എന്നിട്ട് വേറൊരു കാര്യമുള്ളത്, കേരളത്തിൻ്റെ ഒരു സ്വഭാവം എടുത്തു കഴിഞ്ഞാൽ ആൻറ്റി ഇൻകമ്പൻസി എന്നുള്ളത് ഏത് പാർട്ടി ഭരിച്ചാലും സാധാരണ നിലയിൽ ഉണ്ടാവും. സർക്കാരിനോട് നമുക്കൊരു പ്രതിപക്ഷ സ്വഭാവമാണ് പൊതുവെ മലയാളികൾക്കുള്ളത്. അപ്പോൾ നിലമ്പൂരിനും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പോൾ പെൻഷൻ്റെ കാര്യമൊക്കെ ചർച്ചയാവുന്നുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും 9 വർഷം ഭരിച്ച് 10-ാം വർഷത്തിലേക്ക് കടന്ന ഒരു സർക്കാരാണ് വീണ്ടും ജനവിധി തേടുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ അവരുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിലാണ് സ്വരാജ് മത്സരിക്കുന്നത്. അപ്പോൾ ആ ജനങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള വിപ്രതിപത്തി എന്ന കാര്യത്തെ കൃത്യമായിട്ട് കൗണ്ടർ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ അഭിസംബോധന ചെയ്യാൻ LDF-ന് കഴിയുന്നുണ്ടോ? ഇവിടെ എന്താണ് ഗ്രൗണ്ടിലെ സിറ്റുവേഷൻ? പലതരത്തിൽ UDF അത് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് KC വേണുഗോപാലിൻ്റെ പെൻഷൻ പ്രയോഗം. പക്ഷേ തിരിച്ചടിച്ചോ? പക്ഷേ അത് തിരിച്ചടിച്ചിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ പെൻഷൻ കിട്ടാത്ത ആളുകളെ വെച്ച് UDF നടത്തിയ ഒരു വലിയ സമ്മേളനം ഉണ്ടായിരുന്നു. ആ തരത്തിലൊക്കെ ചർച്ചയാക്കാൻ UDF-നെ സംബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എനിക്ക് തോന്നുന്നു, ഈ പൊത്തുകൽ വഴിക്കടവ് ഉൾപ്പെടുന്ന പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വന്യജീവി സംഘർഷമാണ്. അത്തരം വിഷയങ്ങളിൽ തരത്തിലുള്ള വോട്ട്, പ്രത്യേകിച്ച് LDF-നൊക്കെ കിട്ടിക്കൊണ്ടുവന്ന വോട്ടുകളിലൊക്കെ തന്നെ വിള്ളൽ വീഴാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ വന്യജീവി വിഷയങ്ങളെ വളരെ ഗൗരവമായി എടുക്കാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. മലയോര ജാഥ നേരത്തെ KC സതീശൻ നടത്തിയതാണ്. അതിന് പിന്നാലെ ഇന്നലെ പ്രിയങ്ക ഗാന്ധി വന്ന സമയത്തൊക്കെ തന്നെ ആ വിഷയം, ഈ വന്യജീവി സംഘർഷമാണ് ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് വിഷയമാക്കി UDF അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്. അവർ അത്തരത്തിൽ ആ ചർച്ചയാക്കുന്ന UDF ഒരു പരിധിയിൽ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്ക് അപ്പുറത്ത് ഈ വിഷയങ്ങളെ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് ഏറ്റവും പ്രധാനം. ഒപ്പം രാവിലെ എനിക്ക് BJP-യുടെ കാര്യത്തിൽ നിന്ന് ഒരു വിഷയം കൂടി ചോദിക്കാനുള്ളത്. ഇപ്പോൾ സ്വരാജ് മത്സരിക്കുന്നു. സ്വരാജ് BJP-ക്കെതിരെ കടന്നാക്രമണം നടത്തുന്ന ഒരാളാണ് എന്ന് മാത്രമല്ല, സ്വരാജിനെതിരെ BJP RSS പ്രവർത്തകരുടെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ നമ്മുടെ യുദ്ധവുമായി ബന്ധപ്പെട്ട് പോലും ഉണ്ടായിരുന്നു. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ടതില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചതെന്നാണ് ഞാൻ BJP-യുടെ ഉൾകേന്ദ്രങ്ങളിൽ നിന്ന് അറിഞ്ഞത്. അത്തരത്തിലുള്ള പേഴ്സണലായിട്ടുള്ള പരാമർശങ്ങൾ വേണ്ട. അതുപോലെ തന്നെ ഈ പഹൽഗാമുമായിട്ട് 1921 ഉപമിക്കാനുള്ള അത്തരം വിഷയങ്ങളോ അജണ്ടകളോ നമുക്ക് വേണ്ട, വേറൊരു മാനേജ്മെന്റ് ശൈലിയിൽ പോകാമെന്ന് രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചു എന്നൊക്കെയാണ് ഞാൻ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കിയത്. ഇവിടെ BJP ഉന്നയിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഒന്നും പുറത്തേക്ക് കാണുന്നില്ല, ഇവിടെ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. BJP പ്രധാനമായിട്ട് ഈ സൂചിപ്പിച്ചതുപോലെയാണ്. ഒന്ന്, വികസിത കേരളം എന്ന് പറയുന്ന ഒരു ആശയമാണ് BJP ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം മുന്നോട്ട് വയ്ക്കുന്നത്. അതിലൂടെ തന്നെ BJP ഇവിടെ ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നേരത്തെ ഈ അൻവർ ആദ്യം ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം, കാരണം മലയോര കർഷകർ ഒരുപാട് ബുദ്ധിമുട്ട് നേരിടുന്നു എന്നാണ്.
യഥാർത്ഥത്തിൽ BJP അവിടെ നിന്ന് തന്നെ ഒരാളെയാണ് സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം വളരെ കൃത്യമാണ്. നേരെ സൂചിപ്പിച്ച പോലെ സ്വരാജിന്റെ കാര്യത്തിലാണെങ്കിൽ BJP മുൻപ് തൃപ്പൂണിത്തുറയിലൊക്കെ മത്സരിച്ചപ്പോൾ സ്വരാജ് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയ വിഷയങ്ങളൊക്കെ സജീവ ചേർത്ത് ഇപ്രാവശ്യം അതൊന്നും തുടങ്ങിയില്ല. BJP മുന്നോട്ട് വയ്ക്കുന്നത് പരമ്പരാഗത വോട്ട് പ്ലസ് ക്രിസ്ത്യൻ വോട്ട്, അതിലൂടെ മുന്നോട്ട് പോകാം എന്നതാണ് BJP ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം ഈ നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ തന്നെ BJP ചർച്ചയാക്കുന്നുമുണ്ട്. മാത്രം സ്പെസിഫൈഡ് ആയിട്ടാണ്. നേരത്തെ 97, അതായത് 263 ബൂത്താണുള്ളത്. 97 ഇടത്ത് മാത്രമാണ് BJPക്ക് ഇവിടെ പ്രവർത്തനമുള്ളത്. അതിപ്പോൾ കുറച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട് BJP. അപ്പോൾ BJPക്ക് മറ്റ് മണ്ഡലങ്ങൾ പോലെയുള്ളൊരു മണ്ഡലമല്ല ഇത്. അപ്പോൾ അവിടെ ചെയ്യാൻ കഴിയുന്ന എന്താണോ പരമാവധി അത് വെച്ചുള്ള ഒരു പൊളിറ്റിക്സ് ആണ് BJP ഇവിടെ പ്രയോഗിക്കുന്നത്. അത് മുൻപ് കണ്ടിട്ടുള്ള രീതിയിലല്ല, ഈ ഒരു സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്. അത് എത്രത്തോളം വർക്കാവും എന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടതായിരിക്കും. ഇപ്പോൾ നമുക്ക് നിങ്ങൾ രണ്ടുപേരുടെയും കൂടി ടേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അരുണ, ഇപ്പോൾ നമ്മൾക്കിപ്പോൾ വോട്ടുകൾക്ക് ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം എന്നൊന്നും നമുക്ക് പേരിട്ട് വിളിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഈ വഴിക്കടവ് പോലെയുള്ള മലയോര മേഖലകളിലുള്ള പഞ്ചായത്തുകൾ, പോത്തുകൽ, വഴിക്കടവ് മേഖലകളിലൊക്കെ ഈ മലയോര വിഷയങ്ങളിൽ അൻവർ എപ്പോഴും ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യമാണ്. പുള്ളി ക്ലെയിം ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്ത് മലയോര ജനവിഭാഗത്തിന് എന്തെങ്കിലും ആഭിമുഖ്യം അൻവറിനോടുണ്ടോ? അത് പുള്ളി പരമ്പരാഗത കോൺഗ്രസ് വോട്ടാണെന്ന് തോന്നുന്നു. അതെ, PV അൻവർ അവിടെ ഒരു വ്യക്തിഗതമായ ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുന്നത്. കാരണം എല്ലാ മേഖലയും എല്ലാ ആളുകളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പ്രചരണം. പക്ഷേ അവിടെയും അൻവറിൻ്റെ ഈ ഒരു അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം പോത്തുകല്ല്, ഇപ്പോൾ അവിടെ ആ ഒരു നഗർ മേഖലയിൽ, ആദിവാസി നഗർ മേഖലയിൽ പരമ്പരാഗത എക്കാലത്തും UDF-നൊപ്പം നിൽക്കുന്ന വോട്ടുകളാണ്. അവിടെ എത്രത്തോളം വോട്ടുകൾ അൻവറിന് ബാഗ് ചെയ്യാൻ പറ്റുമെന്നുള്ള ചോദ്യമാണ്. അവിടെ അൻവർ വരുത്തുന്ന വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അത്തരത്തിൽ ആളുകളിലേക്ക് ഇറങ്ങി അൻവർ അവിടെ ബാഗ് ചെയ്യാറ് അവിടെയൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നത് നിർണായക ഘടകമായിരിക്കും. മേഖലകളിൽ ഞാൻ ഇടയ്ക്ക് പോയതാണ്. അവിടെ ഒന്ന് മറ്റ് പാർട്ടികളുടെ പോസ്റ്റർ പോലും ഇല്ല. അവിടെ മുഴുവൻ അൻവറിന്റെ പോസ്റ്ററാണ് അവിടെ ഉള്ളത്. ഈ പ്രത്യേകിച്ച് മലയോര മേഖലയുടെ ഏറ്റവും ഉള്ളിലുള്ള പ്രദേശം സ്വരാജിന്റെ പഞ്ചായത്താണ്. അതിന് ഏറ്റവും ഉള്ളിലുള്ള പ്രദേശങ്ങൾ ഞാൻ പറയുന്നത് ഈ മലയോര മേഖല ഏറ്റവും അവസാനത്തെ വരുന്ന പ്രദേശങ്ങളിലൊക്കെ ചാലിയാറിന് തീരത്ത് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ആദിവാസി മേഖലകളിലൊക്കെ തന്നെ അൻവർ വലിയ രീതിയിൽ ഫാക്ടർ ഉണ്ടെന്ന് കേട്ടു. ശോചനീയാവസ്ഥയിലുള്ള ഒരു ആദിവാസി നഗരമാണ്. അവിടെയൊക്കെ എത്രത്തോളം വോട്ട് ആർക്ക് ബാഗ് ചെയ്യാൻ പറ്റും, മാറി ചിന്തിക്കാൻ അവർ തയ്യാറായാൽ കളി മാറും എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇംതിയാസിനോട് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഞാൻ ഇന്നലെ LDF UDF നേതാക്കളോട് സംസാരിക്കുമ്പോൾ രണ്ട് കൂട്ടരും പറയുന്നത് കുടുംബയോഗങ്ങളിലെ വർദ്ധിച്ച സ്ത്രീ പങ്കാളിത്തം ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്നുള്ളതാണ്. സ്ത്രീകളാണ് എപ്പോഴും സൈലന്റ് ആയിട്ട് ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. എപ്പോഴും കേവല രാഷ്ട്രീയ താല്പര്യം മാത്രം വെച്ചിട്ടായിരിക്കില്ല, ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും അവരുടെ വോട്ട്. ആ ആംഗിൾ എത്രമാത്രം ഇവിടെ ആർക്ക് സഹായകരമാകും തോന്നുന്നു? അത് ലീഗിന് കുറെ കൂടെ നല്ല രീതിയിൽ ആളുകളെ, അതല്ലെങ്കിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പുതിയ തലമുറയിലെ കുട്ടികളെ ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുവന്നത് സഹായകരമാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് മുസ്ലിം ലീഗ് ഇങ്ങനെയൊരു പരിപാടി ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. കാരണം സ്ത്രീകളെ, അതായത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ സ്ത്രീകൾ പ്രസംഗിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതലാണ് അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലും കുറെ കൂടെ ഈ സ്ത്രീകളെയൊക്കെ മുന്നിട്ടിറക്കിക്കൊണ്ടുള്ള പ്രവർത്തനം ലീഗ് നടത്തുന്നുണ്ട്. ലീഗ് ബൂത്ത് തലങ്ങളിലടക്കം പ്രാദേശിക തലങ്ങളിലടക്കം ഇറങ്ങി വീടുകൾ കയറാനുമൊക്കെ സ്ത്രീകളാണ് നടക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടെയുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളിങ്ങനെ ഈ സമസ്തയുടെ വോട്ട് എന്ന രീതിയിൽ ഒക്കെ പറയുമ്പോൾ പോലും ഈ ആദ്യം മുതലേ, അതായത് PV അൻവറിന്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെ ലീഗും കോൺഗ്രസും തമ്മിലുള്ളൊരു ഫൈറ്റ് ചെറിയ തോതിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അവസാന ഘട്ടത്തിൽ ഈ ജമാഅത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരുമ്പോൾ മുസ്ലിം ലീഗിന്റെ ഉള്ളിലുണ്ട് അങ്ങനെ VD സതീശൻ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നൊരു സംഗതി മുസ്ലിം ലീഗിന്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് കുളമാക്കി അതൊരു തോൽവിയിലേക്കോ അതല്ലെങ്കിൽ വലിയ പ്രശ്നമുണ്ടാക്കുന്ന തരത്തിലേക്ക് പോകണ്ട എന്നുള്ളത് കൊണ്ട് ആ പ്രശ്നം കൂടുതലായിട്ട് മുസ്ലിം ലീഗ് ഉന്നയിക്കാതിരിക്കുകയാണ്. ഏതെങ്കിലും കാരണവശാൽ ആര്യാടൻ ഷൗക്കത്തിന് തിരിച്ചടി ഉണ്ടാവുന്ന ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ UDF-ന്റെ കഥ വേറൊരു കഥയായി മാറും. സതീശന്റെ കഥയും കുഞ്ഞാലിക്കുട്ടി എടുത്തെടുത്ത് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വിയോജിപ്പില്ലേ, ഞങ്ങൾക്ക് അവരുമായി വിയോജിപ്പില്ലേ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമുക്ക് അതുകൊണ്ട് കാത്തിരുന്നാണ്. ഇപ്പോൾ ഈ 5 പേര് പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ആര് ജയിക്കുമെന്നാണ്? എനിക്ക് ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല. അതിനർത്ഥം വളരെ 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 ടൈറ്റാണ് നിലമ്പൂരിനെ സംബന്ധിച്ച് നടക്കുന്നത് എന്നുള്ളതാണ്. നിലമ്പൂർ ഈസ് ടു ക്ലോസ് ടു കോൾ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് രാഷ്ട്രീയ കേരളം 23-ാം തീയതി വരെ ആകാംക്ഷയോടുകൂടി കണ്ണും കാതും കൂർപ്പിച്ച് കാത്തിരിക്കണം. അത്രമേൽ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ദിശാസൂചകമായ തെരഞ്ഞെടുപ്പ്. നമുക്ക് നിലമ്പൂരിലെ ഈ ഷോ അവസാനിപ്പിക്കാം. ഇനി ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് ഫലം വരട്ടെ. ഗുഡ് നൈറ്റ്.